എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് കഴിഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ മാർക്ക് വന്നപ്പോൾ 187 ഉണ്ട്. അത് നല്ല മാർക്കായിരുന്നു ആ ബോർഡിൽ. ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ മാർക്ക് വന്നപ്പോൾ 160s അപ്പോൾ അത് സബ്ജക്റ്റീവ്. ചിലപ്പോൾ നമുക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നുന്നതായിരിക്കാം, അവർ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അത് കുറച്ച് സബ്ജക്റ്റീവ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എൻ്റെ സ്വന്തം നിലയിൽ വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി ഓറിയൻറ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ക്വാളിഫൈ ആയെങ്കിലും അതെനിക്ക് ഉപയോഗപ്പെട്ടില്ല. മെയിൻസിൽ ആണ് നമ്മളിങ്ങനെ ഓറിയൻറ്റഡ് അല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻസിൽ വന്ന് ഇടിച്ച് നിൽക്കും. അപ്പോൾ മെയിൻസ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഷെഡ്യൂൾ കിട്ടും. ആ ഷെഡ്യൂളിന് തക്കതായിട്ട് ആ ആഴ്ച ഏത് എക്സാമാണോ ആ ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് ലീഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെയിലി ആൻസർ റൈറ്റിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടതെന്നൊരു എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാം, എങ്ങനെ ഫ്രെയിം വർക്ക് വെച്ചിട്ട് എഴുതാം, അങ്ങനെ ഐഡിയയും കൂടെ കിട്ടും. ഇതിലൊക്കെ എനിക്ക് മേജറായിട്ട് 2 കാര്യങ്ങളിലാണ് തോന്നാറുള്ളത്. ഒന്ന്, നമ്മുടെ പ്രിലിംസിൽ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും പ്രിലിംസ് ഞാൻ ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന പ്രിലിംസിലാണ് എനിക്ക് ഏറ്റവും സ്കോർ താഴെ വരാറ്. മെയിൻസിൽ പിന്നെയും കുറച്ചുകൂടെ പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ പ്രിലിംസിൽ ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാറുണ്ട്. ലീഡ് IASൻ്റെ സക്സസ് പോഡിയത്തിൽ ഇന്ന് എന്നോട് കൂടിയുള്ളത് ഡോക്ടർ അഹ്റാസ് ആണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 852ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് അഹ്റാസ്. കഴിഞ്ഞ 4 വർഷമായിട്ട് അഹ്റാസിൻ്റെ പ്രിപ്പറേഷൻ ജേർണി ലീഡ് IAS കൂടെ തന്നെയായിരുന്നു. 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അഹ്റാസിന് സാധിച്ചത്. മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 4 മെയിൻസ്, അതായത് എഴുതിയ എല്ലാ അറ്റംപ്റ്റിലും പ്രിലിംസും അഹ്റാസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഹ്റാസിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം അഹ്റാസ് ഈ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ആൻഡ് അഹ്റാസ്, നമ്മൾ എല്ലാ ഇൻ്റർവ്യൂവും തുടങ്ങുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. അതേ രീതിയിൽ തന്നെ തുടങ്ങാം എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഈ സിവിൽ സർവീസ് പരീക്ഷ ഇപ്രാവശ്യം ക്ലിയർ ചെയ്തല്ലോ. അപ്പോൾ എന്ത് തോന്നി പെട്ടെന്ന്? ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. ഞാനിത് 4ാമത്തെ അറ്റംപ്റ്റാണ്. ഇതിന് മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ന്യൂ റിസൾട്ട്സ് ഫൗണ്ട് എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ ഇപ്രാവശ്യം പേര് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, ആശ്വാസം തോന്നി. ഓക്കെ. അപ്പോൾ ഈ സിവിൽ സർവീസ് പരീക്ഷ 4-5 വർഷം ആയല്ലോ. അതെ. അപ്പം മുമ്പത്തെ അറ്റംപ്റ്റുകളിൽ എന്തായിരുന്നു പ്രയാസം നേരിട്ട്? ആ ജേർണി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അത്ര പ്രിപ്പയർഡ് അല്ലാതെ കൊടുത്തത്. സെക്കൻഡ് അറ്റംപ്റ്റ് തൊട്ട് ഞാൻ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ അറ്റംപ്റ്റിലും മെയിൻസിലാണ് എനിക്ക് സാധാരണ മാർക്ക് കുറയുന്നത്. അതിൽ ഒരു സാധാരണ ഓപ്ഷണലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കുറയാറുള്ളത്. പിന്നെ ഒരു കാര്യം റെഡിയായി വരുമ്പോഴത്തേക്ക് സിവിൽ സർവീസ് അറിയാമല്ലോ, ഒരു കാര്യം റെഡിയായി വരുമ്പോഴത്തേക്ക് ചിലയിടത്ത് മാർക്ക് കുറയും. ഇങ്ങനെ വന്നും പോയി നിൽക്കുകയായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാൻ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 4 മാർക്ക് ഞാൻ ഔട്ടായത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കരിയർ MBBS കഴിഞ്ഞതാണ്, നല്ലൊരു പ്രൊഫഷൻ മുമ്പിലുണ്ട്. എന്നിട്ടും സിവിൽ സർവീസിലേക്ക് വരാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? എനിക്ക് സ്കൂൾ ടൈം തൊട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ +2 കഴിയുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു ഓറിയൻറ്റേഷൻ ഇല്ലായിരുന്നു. എങ്ങനെയാണ് ഇത് പെർസ്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ MBBS ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. ഞാൻ കുറച്ചുകൂടെ ചുറ്റുമുള്ള സോഷ്യൽ കാര്യങ്ങളിൽ കുറച്ചുകൂടെ അവെയറായി. അപ്പോൾ ഞാൻ ഹൗസ് ഏജൻസി സമയത്ത് തീരുമാനിച്ചു ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയപ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെ ഇതിലോട്ട് ഫുൾ ഓൺ ആയിട്ട് ഇറങ്ങായിരുന്നു. ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പ്രിലിംസ് എഴുതി പാസ്സായി. ഹൗസ് ഏജൻസി ദാറ്റ്സ് വെരി റയർ തിങ് ഐ തിങ്ക്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഓറിയൻറ്റഡ് അല്ലാത്തൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ എൻ്റെ സ്വന്തം നിലയിൽ വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി ഓറിയൻറ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ക്വാളിഫൈ ആയെങ്കിലും അതെനിക്ക് ഉപയോഗപ്പെട്ടില്ല. മെയിൻസിൽ ആണ് നമ്മളിങ്ങനെ ഓറിയൻറ്റഡ് അല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻസിൽ വന്ന് ഇടിച്ച് നിൽക്കും. അത് തന്നെ എനിക്ക് സംഭവിച്ചത്. ഓക്കെ. 4 വട്ടവും ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു നല്ലൊരു കോൺസിക്യൂട്ടീവ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറാന്ന് പറഞ്ഞാൽ അതും റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്താണ് റിപ്പീറ്റഡ് അറ്റംപ്റ്റിൽ അഹ്റാസിനെ പ്രിലിംസ് കയറാൻ വേണ്ടിയിട്ടോ? കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പാറ്റേൺ ഒക്കെ UPSC അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ടഫൊക്കെ ആക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് 4 വട്ടം ക്രാക്ക് ചെയ്തത്? പ്രിലിംസിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഒരെണ്ണം ചെയ്തിട്ട് അതിൻ്റെ സബ്ജക്ട് ടെസ്റ്റ് ഞാൻ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള എനിക്കൊരു ഫീലിംഗ് വരും. ചിലപ്പോൾ എക്സാമിന് അതിന് പുറത്തുനിന്നും വരും, പക്ഷേ അത് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാനിത് കംപ്ലീറ്റ് ആയി എന്ന് ഞാനിങ്ങ് വിശ്വസിക്കും. അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ ആ സബ്ജക്റ്റ് ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കവർ ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് എടുക്കുക. അതിലൊരു 90-100 ഒക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ അത് വേറെ എവിടെന്നെങ്കിലും അതും കൂടെ പഠിക്കാൻ ശ്രമിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ടെസ്റ്റ് എടുത്ത് നോക്കും. ഫുൾ ടെസ്റ്റ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ സബ്ജക്റ്റ് തീർത്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ്. ഇത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ എക്സാം പാടാവും തോറും ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് കട്ട് ഓഫ് ഒക്കെ ഒന്ന് താഴോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ കയറാൻ പറ്റുന്നുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ വട്ടം തൊട്ട് എനിക്ക് സി സാറ്റ് യൂഷ്വലി ഞാൻ അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വട്ടം സി സാറ്റ് ഞാൻ ജസ്റ്റ് കട്ട് ഓഫിന് ജസ്റ്റ് മേളിലാണ്. അപ്പോൾ ഇപ്പോൾ തൊട്ട് ഞാൻ സി സാറ്റിലും കുറച്ചുകൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന റിസോഴ്സ് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും റിസോഴ്സസോ എന്തെങ്കിലും പുതുതായിട്ട് സെൽഫായിട്ട് ചെയ്തു നോക്കുന്നുണ്ടോ? ഞാൻ എല്ലാത്തിൻ്റെയും ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് പോളിറ്റി ലക്ഷ്മികാന്ത് തന്നെയാണ് പഠിക്കുന്നത്. മോഡേൺ ഇന്ത്യ സ്പെക്ട്രം ആയിരുന്നു. ഞാൻ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തപ്പോൾ പിന്നെ അതിൻ്റെ നോട്ട്സായി. അങ്ങനെ ഏതെങ്കിലും ഒരു സോഴ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്പൈലേഷൻ, ഇത്രയും ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ന്യൂസ് പേപ്പർ ഞാൻ എന്നും വായിക്കും. ഇതിനപ്പുറത്തേക്ക് ഞാൻ പ്രിലിംസിനായിട്ടൊന്നും വായിച്ചിട്ടില്ല. ഇത് തന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് മെയിൻസിലേക്ക് വരാം. മെയിൻസിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ കണ്ടന്റും വേണം, ഒരുപാട് പ്രാക്ടീസും വേണം. ആൻഡ് എങ്ങനെയായിരുന്നു മെയിൻസിൻ്റെ ഒരു സ്ട്രാറ്റജി? കണ്ടന്റും പ്രാക്ടീസും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാം ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് ചെയ്താൽ, ഞാൻ സാധാരണ മെയിൻ സ്കില്ലർ ഞാൻ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ സ്കില്ലറിന് ചേരുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഷെഡ്യൂൾ കിട്ടും. ആ ഷെഡ്യൂളിന് തക്കതായിട്ട് ആ ആഴ്ച ഏത് എക്സാം ആണോ ആ ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് ലീഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെയിലി ആൻസർ റൈറ്റിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടതെന്നൊരു എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാം, എങ്ങനെ ഫ്രെയിം വർക്ക് വെച്ചിട്ട് എഴുതാം, അങ്ങനെ ഐഡിയയും കൂടെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടോപ്പിക്ക് ഈ മെയിൻ സ്കില്ലറിൻ്റെ കൂടെ തന്നെ പഠിച്ച് പോകുക എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഓപ്ഷനിലും പ്രിപ്പയർ ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തവണ ഒരുപാട് പേര് മെയിൻ സ്കില്ലറിൽ നിന്ന് കയറുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് ഷെഡ്യൂളും ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ. അതെ. അപ്പം ഈ മെയിൻസിന് സമയമാകുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഈ സിലബസിലെ ടോപ്പിക്കുകൾ പഠിച്ചെടുത്തത്? അതിലെനിക്ക് ഞാൻ ഇതിന് മുമ്പ് മൊമെൻറ്റോ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ലീഡിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഈ സിലബസ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ സിലബസ് വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞാലും സിലബസ് വളരെ വേഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണം അങ്ങനെ സ്പ്ലിറ്റ് മൊമെൻറ്റത്തിൽ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പ്ലിറ്റ് വെച്ചിട്ട് ഞാൻ കുറേ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എല്ലാ സബ്ജക്റ്റും ചെയ്യാനുള്ള സമയം അന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ചെയ്ത സബ്ജക്റ്റ് GS2-നും GS3-ക്കൊക്കെ ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിലബസ് സ്പ്ലിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് നോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? ബേസിക്കലി ബുള്ളറ്റ് പോയിന്റ് ആണോ അതോ പാരഗ്രാഫ് ആണോ? എങ്ങനെയാണ് ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്? ഞാൻ യൂഷ്വലി ബുള്ളറ്റ് പോയിന്റ്സ് തന്നെ എഴുതുന്നത്. പിന്നെ എത്തിക്സിലൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാൻ പറ്റാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ പാരഗ്രാഫ് അത് നാച്ചുറലി വരുന്നുണ്ടെങ്കിൽ മാത്രം. യൂഷ്വലി ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് തന്നെ എനിക്ക് എഴുതി തീർക്കാൻ സാധാരണ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതിയാൽ മാത്രമേ എനിക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബുള്ളറ്റ് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ കണക്റ്റിംഗ് പാരാഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്നുള്ളൂ. ഓക്കെ. പിന്നെ ഒരു ആസ്പെക്റ്റാണ് ടൈം മാനേജ്മെന്റ്. അതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നാറുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്രാവശ്യം GS1-ലും എനിക്ക് എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മാർക്ക് അതിൽ കുറവാണ്. അപ്പോൾ അതിന് മാക്സിമം ടെസ്റ്റ് സീരീസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൊല്യൂഷനായിട്ട് തോന്നിയിട്ടുള്ളത്. ടൈം വെച്ച് 7 മിനിറ്റ്സിലൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുന്ന രീതിയിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് സീരീസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മെയിനായിട്ട് ഡാഫ് ബേസ്ഡ് പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തത്. പിന്നെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനും. ഇപ്പോൾ ഡാഫിൻ്റെ ഓരോ പോയിന്റേഴ്സും എടുത്തിട്ട് ഞാൻ എൻ്റെ മെൻറ്റേഴ്സ് സാറിൻ്റെ അടുത്തും ബാക്കി മെൻറ്റേഴ്സിൻ്റെ അടുത്തും പോവുക. അപ്പോൾ അവർ അതിൽ നിന്ന് സാധാരണ യൂഷ്വലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കറണ്ട് അഫയേഴ്സും പറയുന്നു. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുന്നു. ഇത്ര തന്നെയാണ് ചെയ്തത്. ഓക്കെ. അപ്പം ഈ ഇൻ്റർവ്യൂ ഒരു സബ്ജക്റ്റീവ് എക്സാം ആണെന്ന് പറയാറുണ്ടല്ലോ, വളരെയധികം സബ്ജക്റ്റിവിറ്റി ഉണ്ടോ? അപ്പം എങ്ങനെയാണ് ആ ഒരു സംഭവം ക്ലാസ്സിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇപ്രാവശ്യം എനിക്കത് ഫീൽ ചെയ്തു. കാര്യം എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് കഴിഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ മാർക്ക് വന്നപ്പോൾ 187 ഉണ്ട്. അത് നല്ല മാർക്കായിരുന്നു ആ ബോർഡിന്. ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ മാർക്ക് വന്നപ്പോൾ 160s അപ്പോൾ അത് സബ്ജക്റ്റീവ്, ചിലപ്പോൾ നമുക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നുന്നതായിരിക്കാം. അവർ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അത് കുറച്ച് സബ്ജക്റ്റീവ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ചുള്ള അത് പൊതുവെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം, കാരണം നമ്മൾ കുട്ടികൾ വിചാരിക്കുന്ന ഒരു പെർസെപ്ഷനോ സാറ്റിസ്ഫാക്ഷനോ ആയിരിക്കില്ല മാർക്കിൽ റിഫ്ലക്ട് ചെയ്യുക. ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിലപ്പോൾ എഴുതിയ പരീക്ഷയ്ക്ക് നമുക്ക് ഭയങ്കര അങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പരീക്ഷ. അപ്പം ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചത്?
ഇൻ്റർവ്യൂ വളരെ കോഡിയലായിട്ടുള്ള ബോർഡായിരുന്നു. സഞ്ജീവ് വർമ്മ സാർ എന്ന് പറയുന്ന സാറിൻ്റെ ബോർഡായിരുന്നു. അപ്പോൾ സാറ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കോഫി ഓഫർ ചെയ്തു. അപ്പോൾ അങ്ങനെ അത്ര കോഡിയലായിട്ടായിരുന്നു അവർ സംസാരിക്കുന്നത്. കൂടുതലും എൻ്റെ ഡാഫ് ബേസ്ഡ് ആയിരുന്നു ചോദിച്ചത്. ഡാഫിൽ എൻ്റെ കുറച്ച് ഹോബീസായിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി കാണും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, മൂവീസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ ഞാൻ കുറേയൊക്കെ റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും ചോദിച്ചു. പിന്നെ സ്ഥലം ബേസ് ചെയ്ത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പോൾ ശശി തരൂർ എഴുതിയ ബുക്കുകൾ അങ്ങനെ എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലൈൻസിൽ തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഫാക്ച്വലിനേക്കാളും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് ആണ് ചോദിച്ചതെന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ നമുക്ക് ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാപ്പി ഫീലിംഗ്, നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഓക്കെ, അഹ്റാസിൻ്റെ ഒരു സ്റ്റഡി റൊട്ടീൻ എങ്ങനെയാണ്? കാരണം ഈ അറ്റംപ്റ്റിലും അല്ലെങ്കിൽ പ്രീവിയസ് അറ്റംപ്റ്റിലൊക്കെ ഒരു ജനറലി ഐ മീൻ ആർ യു എ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഓൾ ഓർ ലൈക്ക് ഹൗ മച്ച് യു സ്റ്റഡി ഇൻ എ ഡേ? കാരണം എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാം ഇല്ലാതെ പോയി. ഇപ്പം ഈ വട്ടം മെയിൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കോൾ കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ പഠിത്തവും ഇതുമായിട്ട് ഒരുമിച്ച് ചെയ്തിട്ടില്ല, അതില്ലാത്ത ഗ്യാപ്പുകളിലാണ് ചെയ്തിട്ടുള്ളത്. യൂഷ്വലി ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് 8 hours പെർ ഡേ പിടിക്കാനാണ്. പക്ഷേ അതൊരിക്കലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം പറ്റിയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പറ്റത്തില്ല. എന്നാലും ഒരു 5-6 hours എങ്കിലും മിനിമം ഒരു ഡേ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. മോർണിംഗ് ഞാൻ എക്സാം അടുക്കുമ്പോഴൊക്കെ എനിക്ക് മോർണിംഗ് പറ്റാറുണ്ട്, അല്ലാത്തപ്പോൾ ഞാൻ നൈറ്റ് തന്നെയാണ് ഇരിക്കാറ്. അത് ഓരോരുത്തരുടെയും എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആണ്. ഞാൻ ഒരുപാട് ഈ മോർണിംഗിൻ്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് മോർണിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നാച്ചുറലി നൈറ്റാണ് കുറച്ചുകൂടെ എനിക്ക് പഠിക്കാൻ ഉപയോഗമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഹൈലൈറ്റിംഗ് പേഴ്സൺ ആണോ നോട്ട് മേക്കിംഗ് പേഴ്സൺ ആണോ? ഞാൻ നോട്ട് മേക്കിംഗ് പേഴ്സൺ ആണ്. ഐ മീൻ നാച്ചുറലി നോട്ട് മേക്കിംഗ് പേഴ്സൺ അല്ല, പക്ഷേ ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് നോട്ട് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്ക് ഹൈലൈറ്റിങ്ങിനെക്കാളും കൂടുതൽ, പ്രത്യേകിച്ച് മെയിൻസ് വരുമ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടാറില്ല ഈ ഹൈലൈറ്റഡ് എല്ലാം വായിക്കാൻ വേണ്ടിയിട്ട്. നോട്ട് മേക്കിംഗ് കുറേ കൂടെ എഫക്റ്റീവാണ്. അത് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കമ്പൈലേഷൻ പേഴ്സൺ ആണോ ന്യൂസ് പേപ്പർ പേഴ്സൺ ആണോ? ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. കമ്പൈലേഷൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്പൈലേഷൻ എന്തായാലും വായിക്കാറുണ്ട്, പക്ഷേ ന്യൂസ് പേപ്പറും ഡെയിലി വായിക്കാറുണ്ട്. ന്യൂസ് പേപ്പർ ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്താണ് വായിക്കുന്നത്. കമ്പൈലേഷൻ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിയെ വായിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ, പക്ഷേ അതും ചെയ്യാറുണ്ട്. പ്രിലിംസ് എന്ന് വെച്ചാൽ മന്ത്ലി കമ്പൈലേഷൻ ഞാൻ വായിക്കാറില്ല. പ്രിലിംസ് എടുക്കുമ്പോൾ പ്രിലിംസ് കമ്പൈലേഷൻ, മെയിൻസ് എടുക്കുമ്പോൾ മെയിൻസ് കമ്പൈലേഷൻ, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു ജേണിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ സിവിൽ സർവൻ്റ് ആകുമ്പോൾ പലരും പറയാറുള്ളൊരു കാര്യമുണ്ട്, MBBS നല്ലൊരു ഡിഗ്രിയാണ്, പിന്നെ എന്തിനാണ് ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം ഹൗ യു സീ ദാറ്റ് ക്വസ്റ്റ്യൻ? എനിക്കത് കൂടുതലൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ അത് ഒരുപാട് ആലോചിച്ച് ഹൗസ് സർജൻസി ഒക്കെ കഴിയുന്ന സമയത്ത് ഞാനത് ഒരുപാട് ആലോചിച്ച്. ഇപ്പം എൻ്റെ വൈഫ് ഡോക്ടറാണ്, പുള്ളി പോസ്റ്റ് ഗ്രാജുവേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും ഒരുപാട് ആലോചിച്ചിട്ടാണ് പുള്ളിക്ക് ആ വഴി, എനിക്ക് ഈ വഴി എന്ന് തീരുമാനിച്ചത്. അപ്പം എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ് ഇതാണ് എൻ്റെ പാത്ത് എന്നുള്ളത്. ഓക്കെ, ഓപ്ഷണൽ ഏതാണ്? ജിയോഗ്രഫിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഓപ്ഷണൽ ജിയോഗ്രഫി എടുക്കാൻ കാരണം? ഞാൻ ആദ്യം മെഡിക്കൽ സയൻസ് എടുക്കണോ ജോഗ്രഫി അങ്ങനെ വേറെ എന്തെങ്കിലും എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ GS ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ജോഗ്രഫി കുറച്ച് എളുപ്പവും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറേ ഓവർലാപ്പും തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോഗ്രഫി എടുത്തത്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ അറ്റംപ്റ്റിൽ ഈ പറഞ്ഞ എനിക്ക് ജോഗ്രഫി ആയിരുന്നു മാർക്ക് കുറവ്. പിന്നെ ഞാൻ അതിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു ഡീസൻറ്റ് സ്കോർ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇനിയും അതിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അതെ. അപ്പം ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം പ്രസൻസ് ഓഫ് മൈൻഡ്സ് ഉണ്ടാവുന്നുള്ളത്. അപ്പം പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. അത് എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് പഠിച്ചിട്ട് പോകും, പക്ഷേ അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാതെ വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം അഹ്റാസിന് ഉണ്ടായിരുന്നോ? അത് ഒരുപാട് കണ്ടന്റ് പഠിച്ചിട്ട് എഴുതാൻ പറ്റാതെ വരുന്ന അങ്ങനത്തെ ഒരു ഇഷ്യൂ? എനിക്ക് അതായത് കണ്ടന്റ് പഠിച്ചിട്ട് എഴുതാൻ പറ്റാത്തതും അതിനോടൊപ്പം തന്നെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാത്തൊരു ഇഷ്യൂവും എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതാന്നുള്ള ആ ഡെയിലി ആൻസർ റൈറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളും, പിന്നെ പ്രിലിംസിനായാലും നമ്മൾ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുക, അത് എലിമിനേറ്റ് ചെയ്ത് ടാക്കിൾ ചെയ്യാനുള്ളതും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവാറുണ്ട്. ഞാൻ ആദ്യം ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് അത്ര എഫക്റ്റീവായിട്ട് ചെയ്യത്തില്ലായിരുന്നു. അത് പഠിച്ചിട്ടില്ലല്ലോ, പഠിച്ചിട്ട് എഴുതാമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ പഠിക്കാതെ എഴുതുമ്പോഴത്തേക്കാണ് കാര്യം എക്സാമിന് എന്തായാലും പഠിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അത്ര ഹൈ സ്കോർ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് സ്കോർ എല്ലാ ക്വസ്റ്റ്യനും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രിപ്പറേഷൻ ഫേസ് ത്രൂ ഔട്ട് ലാസ്റ്റ് 4 years നേരിട്ട ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഇത് ഓവർകം ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നൊരു ഫാക്ടർ എന്താണ്? ഫാക്ടർ ഈ ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള അറ്റംപ്റ്റ് ഞാൻ കൊടുത്തെങ്കിലും എൻ്റെ റിസൾട്ട് വന്ന ഒരു 1 weekനുള്ളിൽ അടുത്ത പ്രിലിംസ് വന്നായിരുന്നു. ആ പ്രിലിംസ് ഞാൻ എഴുതി എങ്ങനെയാണ് ക്വാളിഫൈ ആയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റാതെയായി.
ഞാൻ ഇരിക്കുന്നുണ്ട് രാവിലെ തൊട്ട്, പക്ഷേ എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഞാൻ കുറേ ബുദ്ധിമുട്ട്. പിന്നെ അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചു, ഞാൻ ഈ അറ്റംപ്റ്റ് ഞാൻ എന്നെ സ്ട്രെസ് ചെയ്യാതെ എൻ്റെ മെൻ്റൽ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ ആ അറ്റംപ്റ്റ് വിടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എനിക്ക് പീസ്ഫുൾ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റെജുവിനേറ്റ് ചെയ്തു. എനിക്ക് തന്നെ ആഗ്രഹം തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങിയത്. ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ആസ്പെക്ട് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് കുറേ സപ്പോർട്ട് പില്ലേഴ്സ് ഉണ്ട്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അവർ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം വിളിക്കുമ്പോൾ തന്നെ നിനക്ക് പറ്റുമെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് സപ്പോർട്ട് എനിക്ക് ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് സ്ട്രെസ്സ് കുറേയൊക്കെ മാനേജ് ചെയ്ത് വരുന്നത്. അതെ. അപ്പം ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ എനിക്ക് തോന്നുന്നു മൊമെൻറ്റത്തിലാണ് ആദ്യമായിട്ട് അഹ്റാസ് ലീഡിലേക്ക് വരുന്നത്. പിന്നെ ഒരു ജേർണിയിൽ ഏതൊക്കെ മൊമെൻറ്റിലാണ് അഹ്റാസ് നമ്മുടെ ലീഡിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട്? എനിക്ക് മേജറായിട്ട് 3 സംഭവങ്ങളാണ്. മൊമെൻറ്റം 2.0, മെയിൻ സ്കില്ലർ 2.0, പിന്നെ ഇപ്രാവശ്യത്തെ മെയിൻ സ്കില്ലർ. ഇത് 3ലുമാണ് ഞാൻ മെയിനായിട്ട് ഇതായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പ്രിലിംസ് ഷാജ് സാർ ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള അതിൻ്റെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു, ജസ്റ്റ് എലിമിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എനിക്ക് യൂഷ്വലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ അടുത്തടുത്തായിട്ട് എക്സാം കുറച്ചുകൂടെ പാടാകുമ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോസ് കാണുമായിരുന്നു, എങ്ങനെയാണ് അത് കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസിന് സാറിൻ്റെ അടുത്ത് വന്നു. ഇത്രയാണ് ലീഡുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ, കാരണം ഒരു പ്രിപ്പറേഷൻ ജേർണിയെ കുറിച്ച് എല്ലാവരും പറയും, പക്ഷേ പ്രിപ്പറേഷന് മുമ്പുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ് ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കിൽ സെറ്റ് ആവാം, അതൊക്കെ നമ്മുടെ ഈ ഒരു സക്സസ്സിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലാണ് അഹ്റാസ് ബ്ലെസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ സ്കിൽഡ് ആയിരുന്നു? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യം വേറൊരാൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമുക്ക് എന്താ അത് എളുപ്പം, അത് പണ്ടെന്തോ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻട്രൻസ് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മാത്സ്, ഫിസിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് CSAT ഇത്രയും നാൾ ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ ഇപ്പം ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കതിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത്രയും അല്ലാത്ത ഒരാൾക്ക് അത് പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത്രയും പ്രിവിലേജുകളുടെ മേളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ വേറെ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് പാടാണ് എന്ന് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്നത്, ഓക്കെ എനിക്ക് അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ആയാലും ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കണം. അപ്പോൾ അത് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ വൈഫ് പറയാറുണ്ട്, എൻ്റെ വൈഫ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ പുള്ളി പറയാറുണ്ട് ഞാൻ ഇതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ ഒരു പ്രിവിലേജ് എന്നുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ജേർണിയിൽ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ഹൗ ഡു യു തിങ്ക് ഹൗ മച്ച് ലക്ക് ഹാസ് പ്ലേഡ് എ റോൾ ഇൻ ദി സക്സസ്? ലക്ക് എനിക്ക് മേജറായിട്ട് 2 കാര്യങ്ങളിലാണ് തോന്നാറുള്ളത്. ഒന്ന്, നമ്മുടെ പ്രിലിംസിൽ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ഞാൻ ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന പ്രിലിംസിലാണ് എനിക്ക് ഏറ്റവും സ്കോർ താഴെ വരാറ്. മെയിൻസിൽ പിന്നെയും കുറച്ചുകൂടെ പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ പ്രിലിംസിൽ ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാറുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലാണ്. ഇൻ്റർവ്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച ഡാഫിൽ നിന്നും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ വളരെ റാൻഡമായിട്ട് ചില ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒട്ടും പറയാൻ പറ്റാത്ത ട്രാൻസ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ 2ലും ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മെയിൻസിലും ചിലപ്പോൾ ഇപ്പം നമുക്ക് ഒരു വയ്യായ്മ വന്നാൽ പോലും നമുക്ക് 10 മാർക്ക് കുറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. എന്നെക്കാളും ജോഗ്രഫി എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്നെക്കാളും ഞാൻ അവരുടെ ആൻസർ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചാണ് പഠിക്കുന്നത്, പക്ഷെ അവർക്ക് എന്നെക്കാളും മാർക്ക് കുറവ് ഈ വട്ടം വന്നു. അപ്പം അങ്ങനെ ലക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഫൈനലി ഫാമിലി എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു ഈ ചാനലിൽ? ഫാമിലിയാണ് എൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് ഞാൻ കുറേ പ്രഷർ വന്നിട്ട് ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിച്ചതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്തൊന്ന് സ്റ്റേബിൾ ആയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്, ടീച്ചറാണ്. അപ്പോൾ പുള്ളി എന്നോടൊന്ന് പറയുന്നത്, നീ വർക്ക് ചെയ്താൽ നിനക്ക് എത്ര രൂപ കിട്ടും? ഞാൻ പറഞ്ഞു ഇത്ര രൂപ. ആ രൂപ ഞാൻ നിനക്ക് തരാം 1 വർഷത്തേക്ക്, നീ പഠിച്ചു നോക്ക്. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും. പിന്നെ ഈ പുറത്തുനിന്നുള്ള പ്രഷറും അവർ കുറേ ഷീൽഡ് ചെയ്യാറുണ്ട്. അവരോട് അഹ്റാസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാലും അവരൊന്നും എന്നോട് ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെ കുറേ ഷീൽഡ് ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാം അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലിയും നമ്മുടെ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റവും സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് ജസ്റ്റ് കടന്നു വരുന്ന ആളുകളോട് അഹ്റാസിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. കാര്യം എനിക്ക് തന്നെ അറിയാമെന്നുള്ള, ഇപ്പം ഞാൻ തന്നെ ഈ വട്ടം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു ബാക്കപ്പ് പ്ലാൻ മനസ്സിലാലോചിക്കുക. നമ്മളാരും അങ്ങനെ വേണ്ടി വരുമെന്ന് വിചാരിക്കാറില്ല, എന്നാൽ പോലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവുക. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, സിലബസ് എന്താണ്,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും യൂട്യൂബ് വീഡിയോസ് വഴി, ബ്ലോഗ്സ് വഴി. അപ്പോൾ അത് വായിച്ച് സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം അഹ്റാസ്. കാരണം ലീഡിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ഒരാളാണ് അഹ്റാസ്. അത് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു. സർവീസിലേക്ക് പോയി കഴിഞ്ഞാലും നാടിന് ഉപകാരമുള്ള, നാടിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന നല്ലൊരു ഓഫീസറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Lead IAS, crafted by the toppers.